ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഗൗണിൽ ചെയ്തെടുത്താൽ എങ്ങനെ ഉണ്ടാവും? എനിക്കിത് ആദ്യമായിട്ടാണ് കേട്ടോ ഗൗണിൽ ചെയ്യാനായിട്ടൊരു ഓർഡർ കിട്ടുന്നത്. 10-15 ഓർഡേഴ്സ് ഈ ഒരു സെയിം പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിലും ഒക്കെ സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്യാനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെറ്റീരിയൽ എല്ലാം എടുക്കുന്നത് സെയിം തന്നെയാണ്. ഞാനിവിടെ 4 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്യുന്നതിലും കൂടുതൽ ഫാബ്രിക് നമുക്ക് ഈ ഒരു ഫ്രോക്ക് ടൈപ്പ് ചെയ്യാൻ ആവശ്യമുണ്ട് കേട്ടോ. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. സ്കേർട്ട് നമ്മൾ നോർമൽ സ്കേർട്ട് ആണെങ്കിൽ നമുക്ക് 2.5 മീറ്ററൊക്കെ മതിയാവും. പക്ഷേ നമ്മൾ അംബ്രല്ല കട്ട് ചെയ്തിട്ടുള്ള സ്കേർട്ടാണെങ്കിൽ നമ്മൾ ഈ 2.5 മീറ്റർ എടുക്കുന്നത് നമുക്ക് 3.5 മീറ്റർ ആവശ്യം വരും കേട്ടോ. പിന്നെ ടോപ്പിന് നമുക്ക് വേറെയും ആവശ്യം വരും. അങ്ങനെ ടോട്ടൽ ഞാൻ ഈ ഒരു 4 വയസ്സായ കുട്ടികൾക്ക് 2.5 മീറ്ററാണ് വെൽവെറ്റിൻ്റെ ഫാബ്രിക് എടുക്കാറ്. നമുക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് താഴെ ഭാഗത്തു നിന്ന് തന്നെ ടോപ്പിനും സ്ലീവ്സിനുള്ള മെറ്റീരിയലൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ ഈ അംബ്രല്ല കട്ടായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പീസ് നമുക്ക് താഴെ ഭാഗത്തു നിന്ന് കിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ ടോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 മീറ്റർ എക്സ്ട്രാ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു ഗൗണിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ സിബ്ബാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സിബ്ബ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണോ ഒന്നുകൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ബോർഡർ ലേസും എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ 2 സൈഡിലും ഒരു വർക്ക് വരുന്നുണ്ടല്ലോ, അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീതി കുറഞ്ഞ ലേസും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു വെൽവെറ്റിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വരുന്ന ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ ഗൗണിൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ സ്കേർട്ട് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് അതുപോലെ തന്നെയാണ് ഞാൻ ആദ്യം ഫാബ്രിക് എടുത്തത്. പിന്നെ എനിക്ക് മനസ്സിലായത് ഫാബ്രിക് നമ്മൾ എക്സ്ട്രാ എടുക്കണം. അതേപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ഗൗണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അവസാനത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യണേ. ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഇത് കട്ട് ചെയ്തെടുക്കേണ്ട വീഡിയോ ഞാൻ 1-2 വീഡിയോസായിട്ട് അത് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. 4 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിൽ ഈ ഒരു പാറ്റേൺ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ന്യൂസ് പേപ്പറിലോ അങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫാബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് 3 മീറ്ററാണ് കേട്ടോ, ഈ ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും നമ്മളൊരു ഫാബ്രിക് ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടി കട്ട് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇനി സ്കേർട്ട് ആൻഡ് ടോപ്പ് ആയിക്കോട്ടെ അതേപോലെ ഗൗൺ ആയിക്കോട്ടെ എങ്ങനെയാണെങ്കിലും ആദ്യം കട്ട് ചെയ്തെടുക്കുക. ഏറ്റവും വലിയ പോർഷനാണ് കേട്ടോ. അപ്പോൾ സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണെങ്കിൽ സ്കേർട്ട്, ഗൗണാണെങ്കിൽ നമുക്ക് താഴെ ഭാഗം, ഗൗണിൻ്റെ താഴെ ഭാഗം വരുന്ന ഒരു അംബ്രല്ല കട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇനി നമ്മൾ നോർമൽ സ്കേർട്ട് ആണെങ്കിൽ നമ്മൾ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് താഴെ ഭാഗത്തു നിന്ന് നമുക്ക് ബ്ലൗസിനുള്ള മെറ്റീരിയൽ കിട്ടും. പക്ഷേ ഇത് അംബ്രല്ല കട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പാറ്റേണിൽ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഇത് അത്യാവശ്യം നല്ല ഫുൾ സർക്കിളിലായിട്ടാണ് ഈ ഒരു ഗൗണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്ലെയർ വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ അരൻ്റെ ഭാഗത്ത് ഞൊറിവ് വേണ്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഞൊറിവ് ഇടുമ്പോൾ അവിടെ ഒരു പൊങ്ങി നിൽക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ. സ്കേർട്ടിനാകുമ്പോൾ അത്യാവശ്യം നല്ല ഞൊറിവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 പീസ് ഈ ഒരു അംബ്രല്ല സ്കേർട്ടിന് വേണ്ടിയിട്ട് ബാക്കും ഫ്രണ്ടും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. വേസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ഞൊറിവും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു 3 മീറ്റർ ഉള്ളത് 4 മീറ്ററൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. ബാക്കി വന്നിട്ടുള്ള പീസിൽ നിന്നും ഞാൻ ആദ്യമേ ഒരു പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ്സിൽ ഈ ഒരു ഫ്രണ്ടിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വർക്ക് മെറ്റീരിയലും ആദ്യം ഞാൻ സ്ലീവ്സാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാറുള്ളത്. സ്ലീവ്സിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 12 ഇഞ്ച് ഇതുപോലെ 2 സ്ലീവ്സിനും വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇത്രയും പീസാണ് നമുക്ക് വർക്ക് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. താഴെ ഭാഗത്ത് മാത്രമായിരുന്നു ഇതിൽ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് എങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് അതുപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് ആ ഒരു ഫ്ലവർ കട്ടാവാതെ ഈ ഒരു ഫാബ്രിക്കിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതേപോലെ ആ മുകളിൽ വരുന്ന ഒരു ബോർഡർ ഉണ്ടല്ലോ, അത് ബോറായിട്ട് തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം റിമൂവ് ആക്കിയിട്ടാണ് ബാക്കി ഭാഗം ഞാനിതുപോലെ ഈ ഒരു പാറ്റേണിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മെറ്റീരിയലിൻ്റെ താഴെ ഭാഗത്താണ് കേട്ടോ ഇത്രയും നല്ല വർക്ക് വരുന്നത്. ബാക്കിയൊക്കെ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം അതിൽ നിന്നും തന്നെ
എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി വരുന്നതൊക്കെ നമുക്ക് വേസ്റ്റായിട്ട് പോകും കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന മെറ്റീരിയലും കൂടിയാണ്. വർക്ക് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ടോട്ടൽ 1 മീറ്ററാണ് കേട്ടോ. അത്യാവശ്യം ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിത് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ആ ഒരു ഭാഗത്തെ ബീഡ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ സൂചി പൊട്ടാനേ നമുക്ക് ഒഴിവുണ്ടാവുള്ളൂ. ഇനി ഞാനിവിടെ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മറിച്ചിട്ട് എടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ശേഷമാണ് ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കുന്നത്. ഇതും ഞാൻ ലൈനിങ് പീസുമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഈ ഒരു കർവ്, ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് കുറഞ്ഞ വീതിയിലുള്ള ലേസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ സ്ലീവ്സും ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ആം ഹോൾ കർവ് ഉണ്ടല്ലോ, അത് ലൈനിങ്ങും അതേപോലെ വെൽവെറ്റും പിന്നെ നെറ്റ്, ഇങ്ങനെ 3 ഫാബ്രിക്കാണ് കേട്ടോ. ഇത് 3ഉം കൂടെ ആണ് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് നീങ്ങി പോവാതിരിക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 3 ഒരുമിച്ചൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഫിക്സ് ആക്കിയതിന് ശേഷം, താഴെ ഭാഗം ഞാനിപ്പോൾ ഫിക്സ് ആക്കിയിട്ടില്ല, മുകൾ ഭാഗമാണ് ഫിക്സ് ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബാക്ക് സൈഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ബാക്കിൽ ഞാൻ സിബ്ബാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിന് മുകളിലേക്ക് ആക്കിയിട്ട് സിബിൻ്റെ നല്ല വശം അങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. സിബിൻ്റെ ഈ ഒരു നല്ല ഭാഗം വരുന്നത് നമ്മുടെ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിന് മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു സിബിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടേക്ക് വെക്കണം. എപ്പോഴും നമ്മൾ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്തേക്കല്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതിനെ ഒന്നും കൂടി ഓപ്പൺ ചെയ്തിട്ട് വേണം ആ ഒരു എഡ്ജിലൂടെ, മാക്സിമം എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഒന്നും കൂടി നമ്മളിതൊന്ന് പിരിച്ചു നോക്കുമ്പോൾ കുറച്ചും കൂടി ഗ്യാപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്യുന്ന എഡ്ജും അതേപോലെ സിബിൻ്റെ എഡ്ജും ഒരു ഭാഗത്തേക്ക് വരണം. അപ്പോൾ ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഒരു പിന്നും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സിബ് പിരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ. പക്ഷേ അത് കുഴപ്പമില്ല, അങ്ങനെയാണ് നിൽക്കേണ്ടത്. ഇതുപോലെ നിൽക്കണം കേട്ടോ. ഈ ഒരു താഴെ ഭാഗം നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഭാഗം ചെറിയൊരു കർവായിട്ട് ഇതുപോലെ നിന്നാൽ തന്നെ നമ്മുടെ ആ ഒരു സിബ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മറിച്ചിട്ടെടുക്കുമ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ലൈനിങ് പീസും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം ഫൂട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. സിബ്ബർ പ്രഷർ ഫൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് 2 സൈഡിലേക്കും നമുക്ക് സിബ്ബ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫൂട്ടാണ്. അപ്പം ആദ്യം ഞാൻ ലൈനിങ് ഇല്ലാതെ സിബിനെ മാത്രമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഒന്നും കൂടി നമ്മൾ ആ ഒരു സിബിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ, അതൊന്നും കൂടി ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ കുറച്ചും കൂടി ഉള്ളിലേക്കൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പം മാക്സിമം ഇതിൻ്റെ എഡ്ജിലായിട്ട് തന്നെ ഇതുപോലെ പ്രഷർ ഫൂട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട്, പിന്നെ നമുക്ക് നോക്കൊന്നും വേണ്ട, സ്ട്രൈറ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റായിട്ട് അതിൻ്റെ എഡ്ജിലൂടെ തന്നെ ആ സിബിൻ്റെ ആ ഒരു ഇതിമേലൊന്നും കൊള്ളരുത് കേട്ടോ ആ ഒരു സ്റ്റിച്ച്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇടാനും സിബ് ഇടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. മാക്സിമം അതിൻ്റെ എഡ്ജിലൂടെ ആയിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് ലെഫ്റ്റും റൈറ്റും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു ഫൂട്ടിൽ. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ സെയിം ആയിരിക്കണം കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ. ആ ഒരു ഭാഗം നമ്മൾ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ചെയ്യണം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്തും ഈ ഒരു സിബിനൊന്ന് മാക്സിമം അതിൻ്റെ എഡ്ജിലൂടെ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് പീസിന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് എത്രയാണോ ഗ്യാപ്പുള്ളത്, ഇനി നമ്മൾ ഗ്യാപ്പ് അങ്ങനെ നോക്കൊന്നും വേണ്ട. ലൈനിങ് പീസിന് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഈ ഒരു ഫൂട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു സിബിൽ കൊള്ളാതെ ആ ഒരു പൊങ്ങി നിൽക്കുന്നൊരു ഭാഗം ഉണ്ടല്ലോ സിബിൻ്റെ, അതിൻ്റെ ആ ഒരു എഡ്ജിലൂടെ തന്നെ ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് പിന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് 2 സൈഡിലും ഇതുപോലെ തന്നെ ലൈനിങ് പീസുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മാക്സിമം സിബിൽ നമ്മളെ സ്റ്റിച്ച് വീഴാൻ തന്നെ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സിബ് അടക്കാനും തുറക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും.
ഇപ്പോൾ ദാ സിബിൻ്റെ ഈ ഒരു ഏരിയ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് പീസിനെ ബാക്കിലേക്ക് ഇതൊക്കെ പോലെ ആക്കുമ്പോൾ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പും കാണില്ല, അത് ഉള്ളിലേക്കും പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സിബിൻ്റെ ഏരിയ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് പിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതാ കറക്റ്റായിട്ട് തന്നെ സിബ് ഇവിടെ അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിനെത്ര വലിച്ചാലും കേട്ടോ നമുക്ക് ആ ഒരു സിബ് അവിടെ ഉണ്ട് എന്ന് തന്നെ തോന്നിയില്ല കേട്ടോ. അത്രക്കും കാണില്ല, സിബിൻ്റെ ആ ഒരു പിടുത്തം മാത്രമേ അവിടെ കാണുള്ളൂ. അത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിനാണ് കേട്ടോ നമ്മൾ ആദ്യമേ ആ സിബിൻ്റെ മാക്സിമം എഡ്ജിലൂടെ തന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ എക്സ്ട്രാ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ബാക്ക് സൈഡിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിബിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ലൈനിങ് പീസിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സിബിൻ്റെ ഒരു ഏരിയക്ക് ടച്ച് ചെയ്യാൻ തന്നെ പാടില്ല കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാനതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡും ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡും സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡറാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഷോൾഡർ ഭാഗം നമുക്ക് തയ്യൽ തുമ്പ് കാണാതെ ചെയ്യാനായിട്ട് ഈ ഒരു ലൈനിങ് പീസിനെ നമ്മൾ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം മറിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ആ ഒരു തയ്യൽ തുമ്പുണ്ടല്ലോ, ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പം മാക്സിമം തയ്യൽ തുമ്പൊന്നും കാണാതെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത്. ഇനി നമുക്ക് ആ ഒരു ബാലൻസ് വന്നിട്ടുള്ള സിബിൻ്റെ പീസൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. മാക്സിമം ആ ഒരു ഭാഗത്തുള്ള ത്രെഡും അതേപോലെ സിബും ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോളറാണ് അറ്റാച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ കോളറിൻ്റെ മെഷർമെൻറ്റ്സും എല്ലാം എടുക്കണം കേട്ടോ. അപ്പോൾ എക്സ്ട്രാ വന്നിട്ടുള്ള പീസിനെയും ത്രെഡിനൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോളറിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ ചുറ്റിച്ച് നോക്കാം കേട്ടോ. കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നിയാലും ഇതുപോലെ ചുറ്റിച്ച് നോക്കുമ്പോൾ മാക്സിമം നമുക്ക് എത്ര കിട്ടുന്നത് നോക്കാം. എനിക്കിവിടെ 11 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ടാണ് ഞാൻ 12 ഇഞ്ചിലാണ് ഈ ഒരു കോളറിന് വേണ്ടിയിട്ട് മെഷർമെൻറ്റ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 4 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 12 ഇഞ്ച് നമുക്ക് മതിയാവും കേട്ടോ. തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ എപ്പോഴും എടുക്കാൻ. അതേപോലെ 12 ഇഞ്ച് ലെങ്ത്ത് എടുത്തു, അതേപോലെ 2.5 ഇഞ്ച് വിടുത്താണ് എടുക്കുന്നത്. ടോട്ടൽ 5 ഇഞ്ച് വിടുത്ത് ഉണ്ടാവും കേട്ടോ. രണ്ടായിട്ട് മടക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുത്താൽ നമുക്ക് 5 ഇഞ്ച് വിടുത്തും ഉണ്ട്, 12 ഇഞ്ച് ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഇനി ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, വർക്ക് വരുന്നൊരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ ഫ്രണ്ടിൽ മാത്രം വരുന്നുള്ളൂ കേട്ടോ. ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നില്ല. ഉള്ളിലേക്ക് നമ്മുടെ കുട്ടികളുടെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വർക്ക് മെറ്റീരിയൽ വരുമ്പോൾ കുറച്ച് ഇറിറ്റേഷൻ ആവും. അപ്പം ഈ ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആണല്ലോ. അപ്പോൾ ഒരു സൈഡിലേക്കാണ് ഈ ഒരു വർക്ക് മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഭാഗം അറിയാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിഡിൽ ഭാഗത്തേക്കാണ് ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ഒരു നെറ്റ് പീസിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകുന്നത് പോലെ ഒരു സ്റ്റിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ 2 എഡ്ജും ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കോളറിൻ്റെ 2 എഡ്ജാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/4 ഇഞ്ച് വീതിയിൽ 2 എഡ്ജും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ള പീസിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ 2 എഡ്ജും ഈ ഒരു എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ ഉള്ളിലേക്കൊന്ന് തള്ളി കൊടുത്തിട്ട് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു എഡ്ജിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അവിടെ ഒന്ന് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം ചുറ്റും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ, ഒന്ന് മടക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഈ ഒരു വെൽവെറ്റിൻ്റെ പീസും അതുപോലെ തന്നെ നെറ്റിൻ്റെ പീസും ഒന്നൊന്ന് അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എഡ്ജ് ഭാഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് ഇതിൻ്റെ എഡ്ജിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് പിന്നെ ഈ ഒരു ഭാഗം കോളർ ഉണ്ടല്ലോ, അത് നമുക്ക് നെക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഇതിങ്ങനെ മടക്കിയിട്ട് പിടിക്കാറുമ്പോൾ ബുദ്ധിമുട്ടേക്കാരം. കാരണം ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് വേണം
തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് ബാക്കും ഫ്രണ്ടും ഒക്കെ ഒരുമിച്ച് ഈ ഒരു കോളർ അറ്റാച്ച് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കോളർ അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കണ്ടില്ല, ഇതുപോലെ നമുക്കിതിൻ്റെ എഡ്ജൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നെക്കിൻ്റെ ഭാഗവുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കോളറിൻ്റെ ലെങ്ത്ത് എനിക്കിവിടെ 11.5 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കോളറിനെ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം കോളർ അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇനി അറ്റാച്ച് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. മാക്സിമം അതിൻ്റെ എഡ്ജിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്കവിടെ എക്സ്ട്രാ ഒന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഒന്നും ഉണ്ടാവരുത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ അത്യാവശ്യം നല്ല വർക്കുള്ളൊരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ബീഡ്സൊക്കെ റിമൂവ് ആക്കിയതിന് ശേഷമാണ് ഈ ഒരു ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലേസിലും അത്യാവശ്യം നല്ല ബീഡ്സ് വർക്കൊക്കെ ഉള്ള ലേസാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തെ ബീഡ്സും റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. കോളർ വെക്കുന്നതിനെ കുറിച്ചും എൻ്റെ അടുത്ത് കമൻസ് ആയിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു കോളർ അറ്റാച്ച് ചെയ്തെടുക്കാം. കുട്ടികളുടെ നെക്കിൻ്റെ ആ ഒരു വിടുത്തുണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ ടൈറ്റായിട്ടല്ല, കുറച്ച് ലൂസിൽ 2 ഇഞ്ച് ലൂസൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുത്താൽ മതി. ഈ ഒരു നെക്കിൻ്റെ സർക്കംസ്റ്റാൻസസ് ആയിട്ട് വരുന്നത് 10 ഇഞ്ച് മുതലായിരിക്കും കേട്ടോ. 10, 11, 12, അതേപോലെ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ 15.5 ഇഞ്ചൊക്കെ ആയിരിക്കും മാക്സിമം ഈ ഒരു നെക്കിൻ്റെ കോളറിൻ്റെ ലെങ്ത് ആയിട്ട് വരിക കേട്ടോ. ഇതെല്ലാം നമ്മൾ കുട്ടികളുടെ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ കുട്ടികൾ തന്നെ പലരും പല വണ്ണായിരിക്കും. അപ്പം കഴുത്ത് ചിലർ ഇടുങ്ങിയതായിരിക്കും, നല്ല നീളമുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നോക്കിയിട്ട് കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇത്രയും ഭാഗമാണ് സിബ് വരുന്നത്. ഇനി നമുക്ക് കോളറിൻ്റെ ആ ഒരു ഭാഗത്ത് ഹുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ആ മുകൾ ഭാഗത്തായിട്ട് ഒരു ഹുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ്സ് ഞാൻ ആദ്യമേ ഇവിടെ 3 കൂടി അറ്റാച്ച് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗം ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ലീവ്സ് രണ്ടും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ സൈഡൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് ഞാൻ ആ താഴെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ അമ്പർല കട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു ഭാഗം, അതാണ് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നല്ല വശത്തിന് മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ലൈനിങ് അമ്പർല കട്ടായിട്ടല്ല കേട്ടോ ചെയ്തിട്ടുള്ളത്, സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഞൊറിവ് ഇട്ടിട്ടാണ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകുന്ന രൂപത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നമുക്ക് സൈഡും തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് കാണാതെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട്. കസ്റ്റമറിന് ഇനി വേണമെങ്കിൽ ലൂസാക്കണമെങ്കിൽ അവിടെ ഒരു ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡൊക്കെ ഓവർലോക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗത്ത് അത്യാവശ്യം നല്ല വീതിയിൽ വരുന്ന ലേസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് നോർമൽ സ്കേർട്ടിനാണെങ്കിൽ നമുക്ക് 2.5 മീറ്ററാണ് ലേസ് ആവശ്യം വരിക. പക്ഷേ ഞാനിവിടെ ഫുൾ അംബ്രല്ല സ്കേർട്ട് ആയതുകൊണ്ട് എടുത്തത് കൊണ്ട് തന്നെ എനിക്കിവിടെ ടോട്ടൽ 5 മീറ്ററാണ് ഈ ഒരു ലേസ് ആവശ്യം വന്നത്. ലേസിനാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, 140 രൂപയാണ് മീറ്റർ പ്രൈസ് വരുന്നത്. അപ്പോൾ ഞാനൊരു ബഡ്ജറ്റ് ആദ്യമേ കസ്റ്റമറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ബഡ്ജറ്റിൽ എനിക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റണില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കസ്റ്റമറെ അടുത്ത് ചോദിച്ചു, ഈ സെയിം റേറ്റിന് ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങണമെങ്കിൽ ലേസിൻ്റെ വീതി കുറഞ്ഞ ലേസ്, കുറച്ച് വില കുറഞ്ഞ ലേസും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് സെയിം വീതിയിലുള്ള ലേസാണ് വേണ്ടതെന്ന് പറഞ്ഞു. ആ ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെയാണോ അവർ കണ്ടത് അതുപോലെ തന്നെ ചെയ്തു തരാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ലേസിന് എത്രയാണോ എക്സ്ട്രാ വരുന്നത് അത് അവർ പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. അവർ എങ്ങനെയാണോ ഒരു ഔട്ട്ഫിറ്റ് കണ്ടത് അതേ ഔട്ട്പുട്ടിൽ ആ ഒരു സെയിം പാറ്റേണിൽ അതേ മോഡൽ ചെയ്യാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ ചെയ്ത് കൊടുക്കാനും പറ്റി. ഫുൾ അംബർല ഗൗൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ്. വെൽവെറ്റിൻ്റെ ക്ലോത്ത് തന്നെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്തുമാണ്. പിന്നെ അതേപോലെ ആ ഒരു ലേസ് താഴെ ഭാഗത്ത് 5 മീറ്റർ ലേസും കൂടെ വന്നപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിന് നല്ല വെയിറ്റും ഉണ്ടായിരുന്നു കേട്ടോ. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ്. വെൽവെറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്കാണ് ഈ ഒരു ഔട്ട്ഫിറ്റിന് വരുന്നത് കേട്ടോ.
അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലായത് ഈ ഒരു ഗൗണ് ചെയ്യാൻ നമുക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പ് ചെയ്യുന്നതിലും നമുക്ക് ബഡ്ജറ്റ് കൂടുതലാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ സ്കേർട്ട് അംബർല സ്കേർട്ട് ആണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് കൂടും. നോർമൽ സ്കേർട്ട് ആണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് അത്ര തന്നെ ഇല്ലാതെയും ചെയ്തെടുക്കാം കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല റേറ്റിൽ വരുന്ന മെറ്റീരിയലാണ്. ഏകദേശം ഒരു 3000 രൂപയ്ക്കൊക്കെ ചെയ്തെടുക്കുന്ന ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രോക്ക് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് കുറയോ എന്ന്. പക്ഷെ പ്രൈസ് കുറയല്ല ചെയ്യുന്നത്, കൂടാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഇതൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ ഫാബ്രിക്കും വേണം, അതുപോലെ തന്നെ എക്സ്ട്രാ ലേസൊക്കെ ഇതിന് ആവശ്യമുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ സെയിം ആണെങ്കിലും നമുക്ക് കൂടുതൽ മെറ്റീരിയൽ ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.